എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൈടെക് പൗൾട്രി ഫാമിംഗ് ആണ്. അത് നമ്മുടെ ഇന്ത്യയിലല്ല, ചൈനയിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് പൗൾട്രി ഫാമുകളുടെ പ്രത്യേകതകൾ എന്താണ്, സവിശേഷതകൾ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചൈനയിലെ മിക്ക ഹൈടെക് കോഴി ഫാമുകളും ഇന്ന് പ്രവർത്തിക്കുന്നത് ക്ലൈമറ്റ് കൺട്രോൾഡ് ഷെഡുകളിലാണ്. അതായത് പൂർണ്ണമായും അടച്ച താപനിലയും ഈർപ്പവും നിയന്ത്രിച്ച ഷെഡുകൾ. കോഴികൾക്ക് കൃത്യമായ അളവിലും സമയത്തും തീറ്റയും വെള്ളവും ലഭ്യമാക്കാൻ കൺവെയർ ബെൽറ്റുകളും ടാങ്കുകളും സെൻസറുകളും ഉപയോഗിക്കുന്നു. മനുഷ്യ ഇടപെടൽ ഏറ്റവും കുറവായതിനാൽ കോഴികൾക്ക് അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാകില്ല. ഇത് അവയുടെ വളർച്ചാ നിരക്ക് കൂട്ടാൻ സഹായിക്കുന്നു. കോഴികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നിർണായകമായ ഘടകമാണ് ഷെഡിനുള്ളിലെ താപനിലയും വായു സഞ്ചാരവും. ചൈനീസ് ഫാമുകളിൽ ഇൻ്റലിജൻറ്റ് വെന്റിലേഷൻ സിസ്റ്റം ഉപയോഗിച്ച് താപനില 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ കൃത്യമായി നിലനിർത്തുന്നു. അമോണിയ പോലുള്ള വിഷവാതകങ്ങൾ ഉയരുമ്പോൾ ഉടൻ തന്നെ വെന്റിലേഷൻ ഓണാക്കി വായു ശുദ്ധീകരിക്കുന്നു. മുട്ടക്കോഴികളെ വളർത്താൻ മൾട്ടി ടയർ എച്ച് ടൈപ്പ് സംവിധാനമുള്ളതുമായ കൂടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ കൂടുകൾക്ക് താഴെ സ്ഥാപിച്ചിട്ടുള്ള കൺവെയർ ബെൽറ്റുകൾ ഉപയോഗിച്ച് മുട്ടകൾ പൊട്ടാതെ ശേഖരിക്കാനും കോഴിവളം നീക്കം ചെയ്യാനും സാധിക്കുന്നു. വളം നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ പരിസര ശുചിത്വവും രോഗവ്യാപന നിയന്ത്രണവും ഉറപ്പാക്കുന്നു. ഹൈടെക് ഫാമിങ്ങിൻ്റെ പരമ്പരാഗത രീതികളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം ഡാറ്റ അധിഷ്ഠിത തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവാണ്. ഇമേജ് പ്രോസസ്സിംഗ് സെൻസറുകളും കോഴികളുടെ ഭാരം, തീറ്റയെടുക്കുന്ന അളവ്, ശ്വാസം മുട്ടൽ പോലുള്ള രോഗലക്ഷണങ്ങൾ എന്നിവ HD ക്യാമറകളും തെർമൽ സെൻസറുകളും വഴി തുടർച്ചയായി നിരീക്ഷിച്ച് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൈമാറുന്നു. കോഴികളിലെ ശബ്ദം, ചലനം, കൂട്ടത്തിലെ അസ്വസ്ഥതകൾ എന്നിവ AI വിശകലനം ചെയ്ത് രോഗങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി പ്രവചിക്കുന്നു. ഇതുവഴി രോഗം പടരുന്നത് തടയാൻ അതിവേഗം ചികിത്സ നൽകാൻ സാധിക്കും. ഫാം ഉടമകൾക്ക് ലോകത്തെവിടെ നിന്നും മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി ഫാമിലെ താപനില, തീറ്റയുടെ സ്റ്റോക്ക്, ഉൽപ്പാദനം തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. വലിയ ഫാമുകളിൽ കോഴിവളത്തിൻ്റെ സംസ്കരണം ഒരു പ്രധാന വെല്ലുവിളിയാണ്. ചൈനീസ് ഹൈടെക് ഫാമുകൾ ഈ പ്രശ്നം പരിഹരിക്കാൻ നൂതന മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ശേഖരിച്ച കോഴിവളം ദുർഗന്ധം കുറച്ച് ഉയർന്ന താപനിലയിൽ സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റുന്നു. ഇതിനായി കോഴിവളം പെല്ലറ്റ് മെഷീനുകൾ ഉപയോഗിച്ച് സംഭരിക്കാനും കൊണ്ടുപോകാനും എളുപ്പമുള്ള രൂപത്തിലേക്ക് മാറ്റുന്നു. ചില വലിയ ഫാമുകളിൽ കോഴിവളം ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുകയും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഫാമിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനും സഹായിക്കുന്നു. ഇനി ഈ ഹൈടെക് ഫാമുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കോഴികളെ വളർത്താനും ഉയർന്ന ഉൽപ്പാദനക്ഷമത നേടാനും സാധിക്കുന്നു. പൂർണ്ണമായി അടച്ച സംവിധാനം പുറത്തു നിന്നുള്ള രോഗാണുക്കളെയും കീടങ്ങളെയും അകറ്റി നിർത്തുന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. ഓട്ടോമേഷനും കാര്യക്ഷമമായ ഊർജ്ജ ഉപയോഗവും പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. ഹൈടെക് ഫാമിങ്ങിൻ്റെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൻതോതിലുള്ള നിക്ഷേപം. ഇത്രയും ആധുനികമായ സാങ്കേതികവിദ്യ സ്ഥാപിക്കാൻ വളരെ വലിയ തുകയുടെ പ്രാഥമിക നിക്ഷേപം ആവശ്യമാണ്. ഈ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമുണ്ട്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ കോഴിവളത്തിൻ്റെ അളവ് കൂടും. ഇതിൻ്റെ സംസ്കരണം ഒരു വെല്ലുവിളിയായി തുടരും. ചൈനീസ് ഹൈടെക് ഫാമിംഗ് രീതികൾ ലോകമെമ്പാടുമുള്ള കാർഷിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ പാഠമാണ് നൽകുന്നത്. ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാൻ കേവലം സ്ഥലമോ കഠിനാധ്വാനമോ മാത്രം പോരാ. കൃത്യമായ ശാസ്ത്രീയ സമീപനവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് മാത്രമേ ഭാവിയിലെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കൂ. വളർച്ചാ സാധ്യതകൾ ഏറെയുള്ള ഈ മേഖലയിൽ കൂടുതൽ നവീകരണങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കോഴി ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ കോഴി വളർത്തൽ മേഖലയുടെ വിജയത്തിന് പിന്നിലെ മറ്റൊരു നിർണായക ഘടകം ഉൽപ്പാദനക്ഷമത കൂടിയ കോഴികളെ വികസിപ്പിച്ചെടുക്കാനുള്ള തീവ്രമായ ഗവേഷണങ്ങളാണ്. കേവലം സാങ്കേതിക വിദ്യ നടപ്പാക്കുക മാത്രമല്ല, വളർത്തുന്ന ജീവജാലങ്ങളുടെ ജനിതകപരമായ മികവും ഇവിടെ പ്രധാനമാണ്. ചൈനീസ് ഗവേഷകർ പ്രാദേശിക ഇനങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം ലോകോത്തര നിലവാരമുള്ള ഇറച്ചിക്കോഴികളെയും മുട്ടക്കോഴികളെയും സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരമ്പരാഗത ബ്രീഡിംഗ് രീതികളെ അപേക്ഷിച്ച് കോഴികളുടെ ജീനോമിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ മികച്ച ഉൽപ്പാദനക്ഷമത നൽകാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇതുവഴി. വേഗത്തിലുള്ള വളർച്ചാ നിരക്ക്. ഇറച്ചിക്കോഴികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിപണനത്തിന് സജ്ജമാകാൻ സാധിക്കുന്നു. രോഗപ്രതിരോധ ശേഷി. സാധാരണ രോഗങ്ങളെ ചെറുക്കാൻ കഴിവുള്ള ജനിതക ഘടനയുള്ള കോഴികളെ സൃഷ്ടിക്കുന്നു. തീറ്റയെടുക്കുന്നതിലെ കാര്യക്ഷമത. കുറഞ്ഞ തീറ്റ ഉപയോഗിച്ച് കൂടുതൽ ഭാരം വെക്കുന്ന കോഴികളെ വികസിപ്പിക്കുന്നു. FCR അഥവാ ഫീഡ് കൺവേർഷൻ റേഷ്യോ കുറയ്ക്കുന്നു. ഓൾ ഇൻ ഓൾ ഔട്ട് സമ്പ്രദായം. ഇതൊരു അടിസ്ഥാനപരമായ ജൈവ സുരക്ഷാ രീതിയാണ്.
ഒരു ഷെഡിൽ വളർത്തുന്ന കോഴികളെ ഒരേ പ്രായത്തിൽ കൊണ്ടുവരികയും ഒരേ സമയത്ത് വിപണനം നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഷെഡുകൾ പൂർണ്ണമായി വൃത്തിയാക്കി അണുവിമുക്തമാക്കി കുറച്ച് ദിവസം ശൂന്യമായി ഇടുന്നു. ഇതുവഴി രോഗാണുക്കൾക്ക് നിലനിൽക്കാൻ സാധ്യതയില്ലാതാകുന്നു. ഹൈടെക് ഫാമുകളിൽ ജീവനക്കാർക്കും വാഹനങ്ങൾക്കും കർശനമായ നിയന്ത്രണമുണ്ട്. ഫാമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ജീവനക്കാർ പൂർണ്ണമായി കുളിക്കുകയും അണുവിമുക്തമായ വസ്ത്രങ്ങൾ, ഷൂകൾ ധരിക്കുകയും വേണം. വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് മുൻപ് ചക്രങ്ങൾ അണുവിമുക്തമാക്കുന്ന വാഷുകൾ നിർബന്ധമാണ്. മറ്റെവിടെയെങ്കിലും പോയി വന്ന മൃഗങ്ങളോ പക്ഷികളോ ഫാമിനകത്തായി കടത്തുകയില്ല. ചൈനയിലെ ഹൈടെക് കോഴി വളർത്തൽ മേഖലയുടെ അതിവേഗ വളർച്ചയ്ക്ക് സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ ഒരു പ്രധാന കാരണമാണ്. ചുരുക്കത്തിൽ ചൈനീസ് ഹൈടെക് ഫാമുകൾ എന്നത് വെറും ഓട്ടോമേഷൻ മാത്രമല്ല, ആഗോള ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ ചൈനയെ ഒരു നിർണായക ശക്തിയെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു.